ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ബറാത്താണ്. അപ്പോൾ ബറാത്തിനൊക്കെ സ്പെഷ്യലായി ഉണ്ടാക്കുന്ന ഒരു തരം പായസമാണ്. നമ്മുടെ ഇവിടെയൊക്കെ ഇതിനെ കുറുക്ക് പായസം എന്നാണ് പറയുക. ഓരോ സ്ഥലത്തും ഇതിന് വേറെ വേറെ പേരുകളാണ്. കായ്ക്കറി പായസം അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിന് ആവശ്യമായിട്ട് ആദ്യം വേണ്ടത് കടലപ്പരിപ്പാണ്. ഞാനിവിടെ 1/2 കിലോ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. കാരണം ഞാൻ കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അത് നല്ലതുപോലെ കഴുകിയെടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ 2 വിസിലാവുന്നത് വേവിച്ച് മാറ്റി വെക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് ആവശ്യം പച്ച അരിയാണ്. ഒരു 2 കപ്പോളം അരി നന്നായി കഴുകിയെടുത്ത് മിക്സിയിൽ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഞാനിവിടെ കുറച്ചധികം തന്നെ ആക്കുന്നത് കൊണ്ടാണ് ഇത്രയെല്ലാം എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചാക്കുമ്പോൾ ഇതിൻ്റെ നേർ പകുതി എടുത്താൽ മതി. അരി അരച്ചത് മാറ്റി വെക്കാം. ഇനി അടുത്തത് ഇതിലേക്ക് ആവശ്യം ഞാനൊരു 6 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. ഇത് 6 തേങ്ങയുടെ 1-ാം പാലാണ്. 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ആക്കി മാറ്റി വെക്കാം. ഇത് 2-ാം പാൽ എടുത്തിരിക്കുകയാണ്. കുറച്ചധികം തന്നെ വെള്ളമൊഴിച്ച് പാലെടുക്കണം. ഞാനിവിടെ കുറച്ചധികം തന്നെ വെള്ളമൊഴിച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് ആവശ്യം നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്ക് നേരത്തെ വേവിക്കാൻ വെച്ച കടലപ്പരിപ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെന്തുടയാൻ പാടില്ല കേട്ടോ. ഇതുപോലെ ചെറുങ്ങനെ കൈകൊണ്ട് പൊട്ടുന്നത് പോലെ ആയിരിക്കണം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് പച്ചരി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് നേരത്തെ ആക്കി വെച്ച 2-ാം പാലും കൂടി ചേർക്കാം. 2-ാം പാൽ മുഴുവനായി ചേർക്കണം. എന്നിട്ടിത് അടുപ്പിലേക്ക് മാറ്റി വെക്കാം. അതിനു മുമ്പ് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീരെ കൈയെടുക്കാനേ പാടില്ല. ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്ക് 4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1-ാം പാൽ കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയത്തൊക്കെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. അല്ലാത്ത പക്ഷം അത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായി കുറുകി വരുന്നതായിരിക്കും. ആ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇവിടെയൊക്കെ ബറാത്ത് ദിവസം ഇതുപോലെ എന്തെങ്കിലും മധുരങ്ങൾ ഉണ്ടാക്കി അയൽപക്ക വീടുകളിലൊക്കെ കൊടുക്കും. നിങ്ങളെ അവിടെ ഇങ്ങനെയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം അരിഞ്ഞു വെച്ച പഴം ചേർക്കാം. ഇത് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. ഉമ്മാണ് ഇതുണ്ടാക്കുന്നത്. ഞാൻ വീഡിയോ എടുത്തത് മാത്രമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഏലക്കായ പൊടിച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നല്ലതുപോലെ തിളവന്ന് തുടങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്ന് ബറാത്തൊക്കെ അല്ലേ, എല്ലാവരും ദുആ ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.